കോട്ടയം മെഡിക്കൽ കോളേജിലും പ്രതിസന്ധിയായി ഡോക്ടർമാരുടെ എണ്ണത്തിലെ കുറവ്. 56 വിദഗ്ധ ഡോക്ടർമാരുടെ കുറവാണുള്ളത്. ഗൈനക്കോളജി, അസ്ഥിരോഗം, ജനറൽ സർജറി, ന്യൂറോ തുടങ്ങിയ പ്രധാനപ്പെട്ട വിഭാഗങ്ങളിൽ ഡോക്ടർമാരുടെ എണ്ണത്തിൽ കുറവുണ്ട്. 4 പ്രൊഫസർ, 7 അസോസിയേറ്റ് പ്രൊഫസർ, 45 അസിസ്റ്റന്റ് പ്രൊഫസർ എന്നീ തസ്തികകളാണ് നികത്താനുള്ളത്. അഖിൽ കെ ഉണ്ട് കോട്ടയത്ത് നിന്ന്. അഖിൽ, ഇത്രയധികം ഡോക്ടർമാരുടെ എണ്ണത്തിൽ കുറവുണ്ട്, 56 വിദഗ്ധ ഡോക്ടർമാരുടെയും കുറവുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രോഗികളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രശ്നം തന്നെയായിരിക്കുമല്ലോ ഇത്. വിനീത, തീർച്ചയായും. അതായത് 56 ഡോക്ടർമാർ, 4 പ്രൊഫസർമാർ, അതുപോലെ തന്നെ 7 അസോസിയേറ്റ് പ്രൊഫസേഴ്സ്, 45 അസിസ്റ്റന്റ് പ്രൊഫസേഴ്സ്, ഇതടങ്ങുന്ന 56 വിദഗ്ധ ഡോക്ടർമാരുടെ കുറവാണ് കോട്ടയം മെഡിക്കൽ കോളേജിലുള്ളത്. അത് നികത്തപ്പെടേണ്ടത് തന്നെയാണ്. പല വിഭാഗങ്ങളിലും 1ഉം 2ഉം ഡോക്ടർമാരെ വെച്ച് ഇല്ല എന്നുള്ളതാണ്. ഇതിന്റെ ഒരു അധിക ഭാരം അല്ലെങ്കിൽ അധിക ലോഡ് എന്ന് പറയുന്നത് ഈ ഡോക്ടർമാർക്ക് കൂടി ഉണ്ടാവുന്നു എന്നുള്ളതാണ്. കാരണം ഈ രോഗികളെ ചികിത്സിക്കേണ്ട ഡോക്ടർമാർ എണ്ണത്തിൽ കുറവുകൾ സ്വാഭാവികമായും അവർക്കൊരു ബുദ്ധിമുട്ടാവാതിരിക്കാൻ ഡോക്ടർമാർ പരസ്പരം ഷിഫ്റ്റിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്തും അധിക സമയം വർക്ക് ചെയ്തും, അതായത് നിലവിൽ വലിയ പ്രതിസന്ധികളിലേക്ക് കോട്ടയം മെഡിക്കൽ കോളേജ് പോകാത്തതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് അത് തന്നെയാണ്. ഈ ഡോക്ടർമാർ അധിക സമയമൊക്കെ എടുത്ത് അധിക ഡ്യൂട്ടികൾ എടുത്ത് ഇത് അഡ്ജസ്റ്റ് ചെയ്ത്, അല്ലെങ്കിൽ ഈ കുറവ് ഇല്ലാത്തത് പുറമേക്ക് കാണാത്ത രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് മുൻപോട്ട് കൊണ്ടുപോകുന്നു എന്നുള്ളത് തന്നെയാണ്. പക്ഷേ അത് വലിയൊരു പ്രശ്നമാണ്. ഇങ്ങനെ എത്ര കാലം മുന്നോട്ട് നീണ്ടുപോകും, എത്ര മുന്നോട്ട് പോകും എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത്. പലപ്പോഴും ഈ പല മാസങ്ങൾ, അതായത് ഈ പലരും ഓപ്പറേഷനും അടിയന്തര ഓപ്പറേഷനും ഒക്കെ വരുമ്പോൾ ഈ വെയിറ്റിംഗ് ലിസ്റ്റ് എല്ലാവരുടെയും ഉണ്ട്, എല്ലാവരുടെയും വെയിറ്റിംഗ് ലിസ്റ്റും ഒക്കെ ഉണ്ടാവും. പക്ഷേ ഈ കോട്ടയം മെഡിക്കൽ കോളേജിൽ ഈ ഡോക്ടർമാരുടെ ഒക്കെ കുറവുണ്ട്. പലപ്പോഴും ഈ വെയിറ്റിംഗ് ലിസ്റ്റുകളുടെ കാലാവധിയിൽ ദൈർഘ്യം കൂടുന്നു എന്നൊരു സാഹചര്യം കൂടി ഉണ്ട് എന്നുള്ളതാണ്. എന്തായാലും ഈ 56 ഡോക്ടർമാരെ ഒഴിവ്, അതോടൊപ്പം തന്നെ മറ്റ് പല പ്രശ്നങ്ങളും കോട്ടയം മെഡിക്കൽ കോളേജിന് ഉണ്ട് എന്നുള്ളത്. നമ്മോടൊപ്പം ഇപ്പോൾ എന്തായാലും ഈ കോട്ടയത്തെ കേരള കോൺഗ്രസ് ഓസി വിഭാഗത്തിന്റെ ജില്ലാ പ്രസിഡന്റ് തന്നെ ചേരുന്നുണ്ട് എന്നുള്ളതാണ്. പലവിധ പ്രശ്നങ്ങൾ കോട്ടയം മെഡിക്കൽ കോളേജിനെ കുറച്ച് കാലങ്ങളായിട്ട് നിലട്ടുന്നത്. അതെ, ഏറ്റവും അവസാനമായിട്ട് രൂക്ഷമായി വന്നിരിക്കുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഡോക്ടർമാരുടെ അഭാവമാണ്. ഡോക്ടർമാരുടെ കുറവ് കോട്ടയം മെഡിക്കൽ കോളേജിൽ ഉണ്ട്. എല്ലാ വിഭാഗത്തിലും ഡോക്ടർമാരുടെ കുറവ് ഇപ്പോൾ ഇവിടെയുണ്ട്. അപ്പോൾ അതിനെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ രോഗികൾക്ക് അത് കണ്ടമാനം ബുദ്ധിമുട്ടുണ്ടാകുന്നു. പക്ഷേ ഇവിടെ ഡോക്ടർമാരുടെ ഒരു സഹകരണം ഈ കാര്യത്തിൽ ഉണ്ടാകുന്നുണ്ട്. അവർ കൂടുതൽ രോഗികളെ കൂടുതൽ സമയം OPയിൽ നിന്ന് ജോലി ചെയ്ത് രോഗികളെ പരിശോധിച്ചും ഒക്കെ പോകുന്നു. ഇത് തന്നെയല്ല പരിശോധന കഴിഞ്ഞ് ഇപ്പോൾ ഒരു അടിയന്തര ഓപ്പറേഷനിലേക്ക് പോകേണ്ട ഒരു സാഹചര്യം വന്നാൽ അവിടെ ഓപ്പറേഷനിൽ ഡോക്ടർ ഹാരിസ് പറഞ്ഞ ഒരു വിഷയം തിരുവനന്തപുരത്തെ വിഷയമാണെങ്കിൽ പോലും കോട്ടയത്ത് അത് നിലനിൽക്കുകയാണ്. ഇവിടെ ആവശ്യത്തിനുള്ള ഉപകരണങ്ങളില്ല. ഇനി ആ രോഗം നിർണ്ണയിക്കുവാനായിട്ടുള്ള ഉപകരണങ്ങൾ, അങ്ങനെ ഉള്ള ഉപകരണങ്ങളെല്ലാം കേടായി കിടക്കുകയാണ്. അപ്പോൾ അങ്ങനെ കിടക്കുന്നത് കൊണ്ട് സംഭവിക്കുന്ന രോഗനിർണയം നടത്തുവാനായിട്ട് മെഡിക്കൽ കോളേജിനെ ആശ്രയിച്ച് സാധാരണക്കാരായിട്ടുള്ള രോഗികൾ വരുമ്പോൾ അവർക്ക് രോഗനിർണയം നടത്താനായിട്ടുള്ള ഫെസിലിറ്റി ഇവിടെയില്ല. അങ്ങനെ വരുമ്പോൾ പുറത്തേക്ക് പോകേണ്ടി വരികയാണ്. അപ്പോൾ സ്വകാര്യ ലാബുകളെ ആശ്രയിക്കേണ്ടി വരുന്നു. അവർ വലിയ രീതിയിലുള്ള പണം ചെലവഴിക്കുകയാണ്. അത് സാമ്പത്തികമായ ബുദ്ധിമുട്ടും രോഗികൾക്കുണ്ടാകുകയാണ്. അത് തന്നെയല്ല, ഇപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ കെട്ടിടങ്ങളുണ്ട്, അതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ ഇല്ല, അതിൻ്റെ ഉപകരണങ്ങൾ ഇവിടെ ആവശ്യത്തിനുള്ളതില്ല. അപ്പോൾ കേട് ആയ ഉപകരണങ്ങൾ, പഴയ 10ഉം 15ഉം വർഷമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന രോഗനിർണയത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ കേടായി നിൽക്കുകയാണ്. അങ്ങനെയെല്ലാം വരുമ്പോഴത്തേക്കും ഡോക്ടർമാരുടെ കുറവ്, മറ്റ് നേഴ്സിംഗ് അസിസ്റ്റൻറ്റുമാരുടെ കുറവ്, നേഴ്സുമാരുടെ കുറവ്, ടെക്നീഷ്യന്മാരുടെ കുറവ്, മൊത്തത്തിൽ ആരോഗ്യ മേഖല സ്തംഭിച്ച് നിൽക്കുന്ന ഒരു സംഭവമാണ് കോട്ടയം മെഡിക്കൽ കോളേജിനെ കുറിച്ച് ഞങ്ങൾക്ക് പറയാനായിട്ടുള്ളത്. അതിനൊരു പരിഹാരം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകണം. കെട്ടിടങ്ങൾ അമ്പരചുംബികളായിട്ടുള്ള കെട്ടിടങ്ങൾ പണിയുന്നുണ്ട്, അതിനകത്തും അഴിമതിയാണെന്നാണ് ഞങ്ങൾ പറയുന്നത്. കാരണം ടെൻഡർ ഇല്ലാതെ ഊരാളുങ്കൽ സൊസൈറ്റിക്കാണ് ഇത് മുഴുവൻ പോകുന്നത്. അവർ വെക്കുന്ന എഞ്ചിനീയർമാർ പറയുന്ന തുകയ്ക്ക് ടെൻഡർ ചെയ്തു പോവുകയാണ്. അതും ഒരു അഴിമതിയുടെ ഭാഗമാണെന്ന് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അതുതന്നെയാണ് വിനീത്. അതായത് ഈ കോട്ടയം മെഡിക്കൽ കോളേജ് സംബന്ധിച്ചോളം ഒരു ദിവസം 1000-1500 OP അല്ലെങ്കിൽ 1500 രോഗികൾ OPയിൽ വരുന്ന ഒരു മെഡിക്കൽ കോളേജാണ്. വളരെ കാരണം തൊട്ടടുത്ത ജില്ലകളിൽ നിന്ന് പോലും പത്തനംതിട്ടയിൽ കൃത്യമായി മെഡിക്കൽ കോളേജ് പ്രവർത്തിക്കുന്നില്ല. അതിൻ്റെ അവിടെ നിന്നുള്ള രോഗികൾ ഇവിടേക്ക് എത്തുന്നു. ഇടുക്കിയിലുമൊക്കെ മെഡിക്കൽ കോളേജ് ഇല്ലാത്തതിന് പര്യാപ്ത അല്ലെങ്കിൽ ആ ഒരു പ്രശ്നങ്ങളൊക്കെ തന്നെ വരുന്നത് ഈ കോട്ടയം മെഡിക്കൽ കോളേജിന്. അവിടെയാണ് ഇത്തരത്തിൽ ഈ ഡോക്ടർമാരുടെ ഒരു കുറവ്, അല്ലെങ്കിൽ ഡോക്ടർമാരുടെ എണ്ണത്തിൽ അല്ലെങ്കിൽ കൃത്യമായും ഒഴിവ് നികത്താതെ പോകുന്ന സാഹചര്യമൊക്കെ ഉണ്ടാകുന്നതാണ്. അപ്പോൾ ഇത്തരത്തിലൊരു മെഡിക്കൽ കോളേജ്, അത് നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന മെഡിക്കൽ കോളേജ് തന്നെയാണ്, അതിൽ യാതൊരു സംശയമില്ല. പക്ഷേ ഇത്തരത്തിലുള്ള പോരായ്മകൾ അത് തിരുത്തി മുന്നോട്ട് പോയില്ലെങ്കിൽ കൂടുതൽ ഭാവിയിലേക്ക് അല്ലെങ്കിൽ മറ്റ് പ്രതിസന്ധികളിലേക്ക് കാര്യങ്ങൾ പോകും. നമ്മൾ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്താണ് ഈ കാസ്പ് എന്ന് പറയുന്ന രോഗികൾക്ക് സൗജന്യമായി ചികിത്സ നൽകുന്ന സംസ്ഥാനത്തിന്റെയും കേന്ദ്രത്തിന്റെയും സംയുക്തമായിട്ടുള്ള ഇൻഷുറൻസ് പദ്ധതി, അതുപോലും ഒരു വർഷമായി മുടങ്ങിക്കിടക്കുന്നു. അതിന്റെ ബുദ്ധിമുട്ട്, അതിന്റെ പ്രശ്നങ്ങളൊക്കെ തന്നെ വരുന്നത് കോട്ടയം രോഗികൾക്കാണ് എന്നുള്ളതാണ്. കാരണം ഈ പുറത്തു നിന്നും വലിയ തുക നൽകി ഈ ചികിത്സാ ഉപകരണങ്ങളൊക്കെ തന്നെ വാങ്ങി നൽകി ഓപ്പറേഷനിലേക്കൊക്കെ പോകേണ്ട സാഹചര്യമുണ്ട്. അത് റീഇംബേഴ്സ് ചെയ്ത് നൽകും എന്നുള്ള കാര്യമൊക്കെ പറയുന്നു. പക്ഷേ ഒരു വർഷമായിട്ടും മാസങ്ങളായിട്ടും ഒക്കെ ഇത് റീഇംബേഴ്സ് പോലും ചെയ്ത് ലഭിക്കാത്ത
കഴിയാത്ത രോഗികൾ പോലും ഉണ്ട് എന്നുള്ളതാണ്. പലരും പേടി കൊണ്ടൊക്കെ പുറത്തു പറയാൻ മടിക്കുന്ന ആളുകളാണെന്നുള്ളത്. എന്തായാലും ഈ 56 ഡോക്ടർമാരുടെ കുറവ് അതൊരു നികത്തേണ്ടതാണ്. അടിയന്തരമായ വിഷയത്തിൽ പരിഹാരം ഉണ്ടാകേണ്ടതാണ് എന്നുള്ളതാണ്. കാരണം അമിത ജോലിഭാരം ഡോക്ടർമാർക്ക് വരുന്നു, അതിന്റെ ചെറിയ ബുദ്ധിമുട്ടുകൾ രോഗികളും അനുഭവിക്കുന്നുണ്ട് എന്നുള്ള ഒരു യാഥാർത്ഥ്യമായ കാര്യം തന്നെയാണ്. അതാണ് നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന കോട്ടയം മെഡിക്കൽ കോളേജിനെ പിറകോട്ടിടിക്കുന്ന ഒരു നടപടിയും ഉണ്ടാകരുത്. ഡോക്ടർമാരെ സംബന്ധിച്ചിടത്തോളം 52 വിദഗ്ധ ഡോക്ടർമാരുടെ കുറവുണ്ടെന്ന് പറയുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ജോലിഭാരവും കൂടുതലാണ്. രോഗികൾക്ക് മെച്ചപ്പെട്ട ചികിത്സ ഉറപ്പാക്കേണ്ടതുണ്ട്. അഖിലാണ് വിവരങ്ങൾ നൽകിയത് കോട്ടയത്ത് നിന്നും.